ഏറ്റവും അധികം സങ്കടം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് പ്രവാസികൾ. അതുകൊണ്ട് തന്നെ ആ പ്രവാസികളെ കുറിച്ച് പറയുന്നതൊക്കെ ഹിറ്റായി കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രഭാഷണത്തിൽ നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കാസറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ഇപ്പൊ പറയും വേദനിക്കുന്ന ഗൾഫുകാരന്. എന്തുകൊണ്ട്? നിങ്ങൾക്കും നാട്ടുകാർക്കും ഒരുപോലെ അത് ഇഷ്ടപ്പെടാൻ കാരണം പ്രവാസം എന്ന് പറയുന്നത് എപ്പോഴും ഒരു മനസ്സിൽ സ്പർശിക്കുന്നതാണ്. നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഗായകനുണ്ടല്ലോ, യുവഗായകൻ കൊല്ലം ഷാഫിയും സലീം കോടത്തൂരും ഒക്കെ. അവരൊക്കെ അവരുടെ പാട്ടിൽ ഏറ്റവും അധികം ചെറുപ്പക്കാരുടെ മനസ്സിൽ അവർ തൊടുന്നത് എന്തുകൊണ്ടാണ്? ഗൾഫുകാരന്റെ പാട്ട് പാടുമ്പോഴാണ്. ഷാഫിയെ ഇപ്പോഴും ഞാൻ വഴിയിൽ വെച്ചൊക്കെ കാണുമ്പോ ആ കൊല്ലം ഷാഫി പറയലുണ്ട്, ഉസ്താദ് വേദനിക്കുന്ന ഗൾഫുകാരൻ എന്ന കാസറ്റ് ഇറക്കിയപ്പോ അതിൽ നിന്നാണ് പ്രവാസികളുടെ മനസ്സിൽ തൊടേണ്ട അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് അവൻ പാടിയത്, ഞാനിന്നും ഗൾഫിലാണ് അളിയ. നിങ്ങളെല്ലാരും കേട്ടിട്ടുള്ളതാണ്. അത് എന്തുകൊണ്ട് ഹിറ്റായി എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സങ്കടം, നിങ്ങളുടെ നൊമ്പരം, നിങ്ങളുടെ വേദന, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കണ്ണീര് അതിനകത്ത് ഒപ്പിയെടുത്തത് കൊണ്ടാണ്. അതെപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ വെറും ജനങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ള ഒരു കളിപ്പന്തായി പ്രവാസികൾ മാറിപ്പോകരുത്. സങ്കടം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ ആ സങ്കടം താങ്ങുന്നതിന് അള്ളാഹുവിന്റെ അടുത്തിരുന്നൊരു വലിയ പ്രതിഫലം കൂടി കിട്ടണം. പ്രിയപ്പെട്ടവരെ, നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. മക്കൾ വാപ്പാന്ന് വിളിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. മക്കൾ കൈപിടിച്ചുകൊണ്ട് നടക്കുമ്പോ നിങ്ങൾ ഗൾഫിലാണ്. മക്കൾ ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ ഗൾഫിലാണ്. മക്കൾ ആദ്യാക്ഷരം എഴുതുമ്പോ നിങ്ങൾ ഗൾഫിലാണ്. മക്കളെ സന്തോഷത്തോടെ ഓടിച്ചാടി കളിക്കുമ്പോ നിങ്ങൾ ഗൾഫിലാണ്. എത്രയോ ഗൾഫുകാർ പലപ്പോഴും എയർപോർട്ടിൽ വന്നിരിക്കുമ്പോ പരിചയപ്പെടുന്ന സഹോദരങ്ങൾ പറയും, ഉസ്താദേ, മക്കളുടെ കവിളത്ത് മുത്തം കൊടുത്തിട്ട് സഹിക്കാനാകാതെ എന്റെ ചുണ്ട് കവിളത്തിൽ നിന്ന് വലിച്ചു പൊട്ടിച്ചിട്ടാണ് ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു വന്നിരുന്ന വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ, എന്റെ സഹോദരങ്ങളെ, അത് വെറുതെയാവല്ലേ? ആ ത്യാഗം വെറുതെയാകല്ലേ? ആ കഷ്ടപ്പാട് വെറുതെയാകല്ലേ?